നമുക്കിന്നൊരു നത്തോലി കറി ആയാലോ. തലയും പാലും ഒക്കെ മുറിച്ചെടുത്തിട്ട് അകത്തുള്ളതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അതിൻ്റെ ചെറിയ ചെറിയ ചെതുമ്പലൊക്കെ ഉള്ളതൊക്കെ വേഗം വിട്ട് പോയിക്കോളും, ക്ലീൻ ആയിക്കോളും. മണം ഉണ്ടെങ്കിൽ അതും കൂടെ മാറിക്കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് മാറുന്ന വരെ വറുത്താൽ മതി. അതിന് ശേഷം മല്ലി ഇട്ട് കൊടുക്കാം. എനിക്ക് സ്പൂൺ കണക്കൊന്നും പറയാനറിയില്ല കേട്ടോ. ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കടുകും കൂടി ഇടാം. ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓമവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയമോദകം പറയില്ല അത്. നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചങ്ങ് എടുത്താൽ മതി. കളറ് മാറിയിട്ട് ബ്രൗൺ ആവണമെന്നൊന്നും ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊരു 5-6 വറ്റൽമുളക് എടുക്കാം. എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് എരിവിച്ചിരി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചിങ്ങ് എടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പം മസാലയൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു 1/2 സവാള ആയാലും മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ചൂടാവുമ്പോൾ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. അതിന് ശേഷം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ആയാലും മതി. ഞാൻ ചെറിയുള്ളി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചേർത്തത്. അല്ലെങ്കിൽ സവാള ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ കറിയിൽ ഞാൻ ഓമ ഇടുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കാതെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇഞ്ചിയും ഉള്ളിയും കരിയാപ്പലയും എല്ലാം കൂടി നന്നായിട്ട് മസാലയിലോട്ട് മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം ഒരു ഇച്ചിരി ചൂടാകുമ്പോഴത്തേനും നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മീൻ കറിക്ക് എത്രയും ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ മിക്സിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാറ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നത്തോലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ നത്തോലി ആയിരുന്നു കേട്ടോ എടുത്തത്. ഇനി ഒരു നല്ല തിളയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി നത്തോലി കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിന് വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.